MACT കേസുകൾ. MACT കേസ് വൈകും തോറും 22% പലിശയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കണ്ടേ? കാരണം MACT കേസുകൾ പറയുന്നവർ സാധാരണക്കാരാണ്. റോഡിൽ പോകുന്ന ആളെ വണ്ടി ഇടിക്കുന്നു, മരിക്കുന്നു, കോടതി 5 ലക്ഷം രൂപ വിധിക്കുന്നു. ആ കോടതി വിധി അനുസരിച്ച് വാങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. അവർ കൂടുതൽ അപ്പീലിന് പോകാൻ അവർക്ക് കഴിയില്ല. കാരണം അത്രയും പണം ചെലവാക്കി ഹൈക്കോടതിയിലെ ഒരു അഡ്വക്കേറ്റിനെ വെച്ച് അപ്പീൽ പോകാൻ അവർക്ക് കഴിയില്ല. കാരണം KSRTCയിലെ ഒരു ഡ്രൈവർക്ക് കഴിഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. KSRTC ഡ്രൈവറോട് പ്ലാസ്റ്റിക് കുപ്പി ഇടരുതെന്ന് പറഞ്ഞതിന് അദ്ദേഹം ഒരു ദിവസം 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന വക്കീലിനെയാണ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയത്. ഞാൻ ഞെട്ടിപ്പോയി. സിനിമ നടനായ എനിക്ക് പോലും പറ്റത്തില്ല. 3 ലക്ഷം രൂപയാണ് അദ്ദേഹം ഒരു സ്ഥലം മാറ്റം റദ്ദാക്കാൻ വേണ്ടി വക്കീലിന് കൊടുത്തത്. 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന വക്കീലാണ്, സീനിയർ അഭിഭാഷകനാണ് KSRTCക്കെതിരെ വാദിച്ചത്. എന്നാൽ ജയിച്ചോ? അതുമില്ല. പത്രക്കാർ ചോദിച്ചെങ്കിൽ അവർ കൊടുത്തിട്ടുണ്ട് പകർപ്പ്. കേസ് എങ്ങനെ ജയിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ളവരുണ്ട്, ധനികന്മാർ കാണും. കാരണം നമ്മളെ വണ്ടി ഓടിക്കാൻ മടിച്ചിട്ട് മാനസിക രോഗമാണെന്ന് ഇവിടെ എഴുതി തരികയും എന്നിട്ട് അപ്പുറത്ത് ടിപ്പർ ലോറി ഓടിക്കാൻ പോവുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. മാനസിക രോഗമാണെന്ന് എഴുതി തരാൻ എങ്ങനെയാണ് ഒരു ഓഫീസിൽ വികാസ് ഭവനിലെ DPയെ പറ്റി ഒരു ദിവസം പരാതിയായിട്ടാണ് എന്ന് തോന്നുന്നു. ഇങ്ങനെ തന്നെ ജോലിക്ക് കയറ്റുന്നില്ല. എന്താ കാര്യം? അത് ഞാൻ സൂക്കടിന്റെ ലൈസൻസ് ഇത് കടലാസ് കൊടുത്തിട്ട് സ്വീകരിക്കുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ വികാസ് ഭവനിലെ ഉദ്യോഗസ്ഥനെ ചീത്ത പറയാൻ പറ്റുമോ? കാരണം എന്ന് വെച്ചാൽ മാനസിക രോഗിയാണെന്നുള്ള അപേക്ഷ കടലാസാണ്. മാനസിക രോഗിയാളെ ഓഫീസിൽ ജോലി ചെയ്യാൻ ഞാൻ എങ്ങനെ ആ ഉദ്യോഗസ്ഥരോട് നിർബന്ധിക്കും? അപ്പൊ നമ്മൾ